തന്നെ അയാൾക്ക് 40-ലധികം നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, വെള്ളം തീയെ കെടുത്തുന്നതിനേക്കാൾ സ്പീഡില് ദോഷത്തെ കെടുത്തിക്കളയുന്ന അമലാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ? സ്വലാത്തിന്റെ നേട്ടങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ മഹബത്തിന്റെ ലോകവും അതിന്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്ക് കഴിയൂല എന്ന് തോന്നുമ്പോഴും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് സ്വലാത്തല്ല. അത് ഇമാമിങ്ങൾ പറഞ്ഞാണ്. പ്രത്യേകിച്ച് കള്ളത്തൊരീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത്, ഉറപ്പിയായ ഒരു ഷെയ്ഖിനെ കിട്ടാൻ പ്രയാസമായ കാലത്ത് നമുക്ക് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി. സ്വലാത്ത് നമ്മളെ ലെവലാക്കിക്കൊള്ളും. സ്വലാത്തിൽ നിന്നും പിഴക്കാതെ ജീവിക്കും. ഒരൊഴിവുള്ള നേരം കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, ജേട്ടന്മാരോട് ഞാൻ ഉപദേശിക്കാനാണല്ലെങ്കിലും ഞാനൊന്ന് ഉണർത്തട്ടെ. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും പലപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥകൾ, വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥകൾ വന്നപ്പോ എത്ര കൃത്യമായിട്ട് നിസ്കാരങ്ങള്, എത്ര കൃത്യമായിട്ട് ഖുർആനോത്തുകൾ നമ്മൾ നിർവഹിച്ചു. ഒരു താൽക്കാലികമായ ശമനത്തിന് വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? അള്ളാഹുവിനെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നോ ചെയ്തിരുന്നത്? ജോലിയില്ലാതൊരു 4 മാസം മോഫായി കടന്നപ്പോ സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിൽ ജമാഅത്ത് നടക്കുന്നു, രാവിലെ എല്ലാവരും എണീറ്റ് ഖുർആൻ ഓതുന്നു. ആ അവസ്ഥകളൊക്കെ മാറിയപ്പോ വീണ്ടും കുടഞ്ഞുപോയോ? വീണ്ടും ഒടിഞ്ഞു മാറിപ്പോയോ? ഒഴിവുള്ള നേരം കിട്ടുന്ന നേരങ്ങളൊക്കെ മുതലാക്കണം. ഒന്നുകിൽ ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തണം. ദുനിയാവിന് വേണ്ടി ഉപകാരപ്പെടുത്തുമ്പോ നട്ടം വരരുത്, ആഖിറത്തിന് വേണ്ടി ഉപകാരപ്പെടുത്തുന്നതിലും നട്ടം വരരുത്. നമ്മുടെ സമയങ്ങളൊക്കെ വിലമതിക്കാത്ത സമയങ്ങളാണ്, നമ്മുടെ ആയുസ്സാണത്. ആ ആയുസിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോ പണ്ഡിതന്മാര് ജീവിച്ച കാലം അവർ വിശദീകരിക്കാൻ എത്ര എളുപ്പമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ 54 കൊല്ലം നമുക്ക് തന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ മലക്കുകളോട്? ഓരോ ദിവസത്തെ ജീവിതവും കണ്ടവരുണ്ട്, രാത്രി ഒപ്പിയെടുത്തവരുണ്ട്. ഉറക്കം വരാത്ത രാത്രി പോലും അള്ള പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആഫിയത്ത് വെറുതെ കളയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കണം. ആ ആരോഗ്യം മുഴുവനും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. നടക്കുന്നതും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓരോ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, പെങ്ങക്കൊരുത്തൻ ലവ് ലെറ്റർ കൊടുത്തെന്നറിഞ്ഞപ്പോ നീ എന്ത് ചെയ്തടാ? നിന്റെ സഹോദരിക്ക് ഏതോ ഒരുത്തൻ ലവ് ലെറ്റർ കൊടുത്തു. ആക്കാ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരുത്തൻ ചാറ്റ കാണിച്ചു എന്ന് പറയുമ്പോ വാടാന്ന് പറഞ്ഞിട്ട് തല്ലാൻ പോന്ന നല്ല ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോനെ, ഞാൻ ഈ അടുത്തൊരു പരിപാടി കണ്ടു, വല്ലാത്ത സങ്കടം തോന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു പോയി, ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിനും പോലും വിവരമില്ലല്ലോ. എടാ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോ പെണ്ണൊരുങ്ങി ഒരു സ്റ്റേജിലിരിക്കും, ഉടനെ ആ മോനെ മരുമോനെ പയ്യൻ കെട്ടിയിട്ട് പോലും ഇല്ല, അന്യ പുരുഷനാ, നീ വാടാ എന്ന് പറഞ്ഞിട്ട് കൂടെ നിർത്തിയിട്ട് ഈ വിവാഹം കഴിക്കാത്ത പെണ്ണിന്റെ കൂടെ നിർത്തിയിട്ട ഫോട്ടോ എടുക്കുന്നത്. വിവാഹം കഴിക്കാത്ത ഈ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷനെ കയറ്റി നിർത്തിയിട്ട് വാപ്പയാ പറയുന്ന കേറുന്നില്ല, മോളോട് പറയാ കേറുന്നില്ല, മോൾ അടുത്ത് നിൽക്ക്. എടാ നാണമില്ലാത്ത ചെറുപ്പക്കാരാ, നിന്റെ സ്വന്തം പെങ്ങളെ ഒരുത്തൻ കൂടെ നിർത്തി ഫോട്ടോ എടുത്തപ്പോ നിന്റെ രക്തം എവിടെ പോയടാ മോനെ? നിന്റെ ഈമാൻ എവിടെ പോയി? അവൻ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, അവൻ മരിച്ചുപോയാ നിന്റെ ഭാര്യ നിന്റെ പെങ്ങള് ഇതൊന്നും ഇരിക്കണ്ടല്ലോ. ആ അന്യ പെണ്ണാണ് നിന്റെ സഹോദരി. ആ കണ്ടവന്റെ കൂടെ കയറി നിന്ന് ഫോട്ടോ എടുത്തപ്പോ അത് തെറ്റാണെന്ന് പറയാനുള്ള ഈമാൻ നിനക്കില്ലാതെ പോയില്ലേ? ഉമ്മയാ പറയുന്ന കയറി നിന്ന് വ്യഭിചരിക്കാൻ, പാപ്പയാ പറയണ കയറി കെട്ടൊക്കെ പിന്നെ നിക്കാഹൊക്കെ ഏറ്റവും അവസാനം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വെള്ളം കുടിക്കും ഉമ്മമാരെ, വിടൂല്ല അല്ല നിന്നെയൊന്നും. നീ തലകുത്തിക്കിടന്ന് മരിക്കുന്ന കാലം വരെ സുജൂദ് ചെയ്താലും ഇതിന്റെ കണക്ക് പറയാതെ നിന്നെ ഒന്ന് റബ്ബ് വിടൂല. ഞാൻ ഇത് പറയുമ്പോ എന്നെ കളിയാക്കും, പരിഹസിക്കും. ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, പെങ്ങൾക്ക്